ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സിംപ്ലി ടെക് എന്ന യൂട്യൂബ് ചാനലിലെ ഫസ്റ്റ് വീഡിയോസാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് സിമ്പിളായിട്ടുള്ള ടെക് വീഡിയോസാണ് നമ്മൾ കാണിക്കുന്നത്. ഇലക്ട്രോണിക്സ് സംബന്ധമായിട്ടുള്ള ഇലക്ട്രിക്കൽ സംബന്ധമായ സിമ്പിളായിട്ടുള്ള ടെക് വീഡിയോസ്, അതായത് ബൾബ്, LED, ഇലക്ട്രോണിക്സ് സംബന്ധമായ കാര്യങ്ങൾ. അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് ഒരു LED പാനൽ ലൈറ്റ്. നമ്മൾ കൺസീൽഡ് ആയിട്ട് വരുന്ന സീലിങ്ങിലൊക്കെ വരുന്ന LED പാനൽ ലൈറ്റാണത്. സിമ്പിളായിട്ടുള്ള 3 വാട്ട് ലൈറ്റാണ്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് അഴിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണിച്ചു തരാം. സാധാരണ LED ബൾബ് എന്ന് പറയുമ്പോൾ ഇതുപോലത്തെ നമ്മൾ ഹോൾഡറിലിടുന്ന നിത്യോപയോഗമായിട്ടുള്ള ബൾബാണ് കാണുന്നത്. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ് തുറന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു എത്ര വാട്ട്സ് എന്ന് വെച്ചാൽ അത്ര വാട്ട്സിൻ്റെ ഒരു LED PCB ഉണ്ടാവും. അതിൻ്റെ അകത്തൊരു LED പവർ സപ്ലൈ ഉണ്ടാവും, ഒരു ക്യാബിനും. ഇതാണ് സിമ്പിളായിട്ടുള്ള ബൾബ്. അപ്പോൾ ഇത് അഴിച്ചു നോക്കാം. അപ്പോൾ ഇതിനകത്ത് വരുന്നത് എക്സ്റ്റേണലായിട്ട് ഡ്രൈവറായി വരുന്ന പാനൽ ലൈറ്റാണ് അത്. ചിലത് ഇൻബിൽറ്റ് ഡ്രൈവർ വരുന്നുണ്ട്, DOB ടൈപ്പ്, അതായത് LED ബോഡിയിൽ തന്നെ ഡ്രൈവറുള്ള ടൈപ്പ് വരുന്നുണ്ട്. അതൊക്കെ വളരെ ചീപ്പായിട്ട് വരുന്നതാണ്. ഇത് ക്വാളിറ്റിയുള്ള ടൈപ്പ് അല്ലാനും ഇങ്ങനെ എക്സ്ട്രാ പുറത്ത് ഡ്രൈവറാണ് വരിക. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് LED പാനൽ ലൈറ്റിന് ഒരുപാട് ടൈപ്പ് ഉണ്ട്. ബാക്ക് ലൈറ്റ് എന്ന് പറഞ്ഞ മോഡലുണ്ട്. നമ്മൾ LED ബാക്കിൽ നിന്ന് അടിക്കുന്ന പ്രൊജക്റ്റ് ചെയ്യുന്ന ടൈപ്പ്. ഇത് സൈഡാണ്. അപ്പോൾ നമുക്ക് അഴിച്ചിട്ട് നോക്കാം. ആദ്യം സ്പ്രിങ് അടിക്കുക. സ്പ്രിങ് അടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഭാഗം പുറത്തോട്ട് എടുത്തിട്ട് പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പ്രസ് ചെയ്യുക. സിമ്പിളായിട്ട് വരും. ഇടുമ്പോൾ ശ്രദ്ധിക്കുക, ഇത് ആദ്യം ഇങ്ങനെ കയറ്റാം. അത് കഴിഞ്ഞിട്ട് ഈ ഭാഗം പ്രസ് ചെയ്ത് ഇങ്ങനെ ഇടാം. അത് ഇങ്ങനെ ഇടാം. അപ്പോൾ ടൈറ്റ് ആവുള്ളൂ. ഇത് സ്പ്രിങ് പൊക്കുന്ന സമയത്ത് സ്പ്രിങ് ടൈറ്റ് ആവണം. അതാണ് ടെക്നിക്ക്. ചിലവർ തിരിച്ചിടും. തിരിച്ചിട്ടുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊങ്ങുന്ന സമയത്ത് സ്പ്രിങ് ലൂസായി പോകും, പിന്നെ ആക്ഷൻ കിട്ടില്ല. ഇതാണ് കറക്റ്റായിട്ടുള്ള മെത്തേഡ്. ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഈ ഭാഗം ഫസ്റ്റ് കയറ്റാം. എന്നിട്ട് ഇവിടെ നിന്ന് പ്രസ് ചെയ്തിടാം. അതിനുശേഷം ഈ സാധനം ഇവിടെ ഇടാം. കറക്റ്റായി. എനിക്ക് 2 സൈഡും ഊരി എടുത്തിട്ട് 2 സ്ക്രൂകൾ, ചിലതിൽ 4 or 3 സ്ക്രൂ ഒക്കെ ഉണ്ടാവും. ബാക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ, ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഇത് വാം വൈറ്റ് കളർ LED ആണ് കേട്ടോ. ഇതാണ് എൻ്റെ സൈഡിലാണ്, സൈഡ് പ്രൊജക്റ്റ് LED ആണത്. അപ്പോൾ നമുക്ക് സംശയം ഉണ്ടാവും, എങ്ങനെയാണ് സൈഡിൽ LED വെച്ച് കഴിഞ്ഞാൽ നേരെ താഴേക്ക് വരുന്നത് ഇങ്ങനെ. അതിനാണെങ്കിൽ അത് വേറെ ഉണ്ട്, സംഭവമുണ്ട്. ഇതാണ് ഈ പേപ്പറാണ് അതിൻ്റെ റിഫ്ലക്ടർ. അതിനിടയിൽ അതിൻ്റെ താഴത്തായിട്ട് LGP എന്ന് പറഞ്ഞ ലൈറ്റ് ഗൈഡ് പാനൽ ഒരു സംഭവമുണ്ട്. ഇത് നമുക്ക് സൈഡിൽ നിന്ന് അടിക്കുന്ന ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്ത് നേരെ താഴേക്ക് വിടും. 90 ഡിഗ്രി ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്ന ലൈറ്റുണ്ട്. പിന്നെ നമ്മൾ അടിയിൽ നോക്കുമ്പോൾ ഏറ്റവും ഫസ്റ്റ് കാണുന്നത് ഇതിൻ്റെ ഡിഫ്യൂസർ ഗ്ലാസ്സാണ്. ഇതുണ്ടെങ്കിൽ നമുക്ക് ലൈറ്റ് വ്യക്തമായിട്ട് നമുക്ക് അല്ലെങ്കിൽ കണ്ണിലോട്ടൊക്കെ അടിച്ച് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഇത് ആദ്യം അടിയിൽ നിന്ന് വരും. അതിൻ്റെ മീതെ LGP, അതിന് ഏറ്റവും ടോപ്പിലായിട്ട് റിഫ്ലക്ടർ പേപ്പർ, ഒരു വൈറ്റ് കളറ്. ഇതാണ് വൈറ്റാണ് റിഫ്ലക്ടർ. ഒരു വൈറ്റ് പേപ്പർ പോലത്തെ സാധനം. അതിൻ്റെ മീതെ ഒരു പ്രസ്സിങ് സ്പോഞ്ച് ഉണ്ടാവും, ഒരു ടൈറ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അത്രയാണ് അതിൻ്റെ അകത്ത് വരുന്നത്. ഇത് 3 വാട്ട് LED ആണ്. LED ചെയ്ത് കാണിച്ചു തരാം. സ്ട്രിപ്പാണ് കേട്ടോ അത്. ആദ്യ കാലത്തേക്ക് ഇത് അലൂമിനിയത്തിൻ്റെ ഒരു റിങ് PCB വളച്ച് വെച്ചേക്കാൻ തന്നു. പിന്നീട് സ്ട്രിപ്പ് മോഡലായി. അപ്പോൾ ഇതാണ് അതിൻ്റെ 2835 LED ആണ്. 0.2 വാട്ട് LED. അത് 15 എണ്ണം ഉണ്ട്. അതായത് 0.2 വാട്ടിൻ്റെ 5 എണ്ണം വെച്ചിട്ട് 1 വാട്ട്, അങ്ങനെ 3 യൂണിറ്റ്. 3, 5, 15 LED വെച്ചിട്ട് 3 വാട്ട് ചെയ്തേക്കാണ്. അപ്പോൾ 5 LED പാരൽ കണക്ഷൻ, അങ്ങനെ 3 യൂണിറ്റ്. ആ 3 യൂണിറ്റ് സീരീസ് അടിച്ചേക്കാണ്. പിന്നെ ഇത് ഒരു 12 വോൾട്ട് 300 മില്ലി ആമ്പിയർ ഡ്രൈവറാണ് കേട്ടോ. ഇതിൻ്റെ പവർ സപ്ലൈ അങ്ങനെയാണ്. 12 വോൾട്ട് 300 മില്ലി ആമ്പിയർ ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. വളരെ സിമ്പിളാണ്. ഒരു ബോഡി, LED സ്ട്രിപ്പ്, ഒരു ഡിഫ്യൂസർ ഗ്ലാസ്, ഒരു LGP, ഒരു റിഫ്ലക്ടർ. പിന്നെ ചില മോഡൽ ബാക്ക് ലൈറ്റ് ടൈപ്പ് ഉണ്ട്. അതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും PCB ഇരിക്കുക. ഇതുപോലെ നേരെ. ഇതിനാണ് കൂടുതൽ ബ്രൈറ്റ് വരിക.
പക്ഷേ ഇതിൻ്റെ ആംഗിൾ, ലൈറ്റ് ആംഗിൾ ഉണ്ടല്ലോ, ആംഗിൾ ഇതിന് കുറവായിരിക്കും. ലൈറ്റ് ആംഗിൾ കൂടുതൽ ഇതിനാണ്. സൈഡ് വരുന്ന ടൈപ്പിനാണ് അതിൻ്റെ ആംഗിൾ കൂടുതൽ. അപ്പോൾ ഇതൊക്കെ കേടായി കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ വെച്ച് കംപ്ലയിൻറ്റ് റെഡിയാക്കാവുന്നുള്ളൂ. ഈ സ്ട്രിപ്പ് നമ്മുടെ ഇലക്ട്രോണിക്സ് മാർക്കറ്റിലൊക്കെ ചിലപ്പോൾ വാങ്ങിക്കാൻ കിട്ടും. പിന്നെ അതിൻ്റെ ഡ്രൈവർ, പവർ സപ്ലൈ ഒക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അതൊക്കെ മാറ്റിയിടാവുന്നുള്ളൂ. കോമൺ ആയിട്ട് ചിലപ്പോൾ പവർ സപ്ലൈ ആണ് പോകാറ്. അത് മാറ്റിയിട്ട് വർക്ക് ചെയ്യില്ലെങ്കിൽ നമുക്ക് LED പോയാൽ മതി. LED അങ്ങനെ പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരാറില്ല. ഇത് മാർക്കറ്റിൽ ഈ മോഡലിന് ബ്രാൻഡൊക്കെ ആണെങ്കിൽ ഒരു 200 അടുത്തും, മീഡിയം ടൈപ്പൊക്കെയാണ് 150, പിന്നെ കുറഞ്ഞ ബ്രാൻഡൊക്കെ ആണെങ്കിൽ 70 രൂപ 80 രൂപയൊക്കെ കിട്ടും. മെറ്റൽ അലൂമിനിയം ആണത്, അലൂമിനിയം അലോയ് ആണ് കേട്ടോ, പ്ലാസ്റ്റിക് അല്ല. പിന്നെ നമുക്ക് ഇതിൻ്റെ വാട്ട്സ് കൂട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈസ് കൂടാണ്. അതിൻ്റെ സൈസ് കൂടുന്നത് വെച്ചാൽ അടുത്തത് സൈസ് 4 ഇഞ്ച് വരുമ്പോൾ 6-8 വാട്ട്സിലേക്കോട്ട് മാറും. അപ്പോൾ അതനുസരിച്ച് PCBയിലും മാറ്റം വരും. PCB സ്ട്രിപ്പിൽ LED എണ്ണം കൂട്ടി റേഡിയസ് കൂടുന്നതനുസരിച്ച് അതിൻ്റെ വലിപ്പം കൂടുമല്ലോ, അങ്ങനെയാണ് വാട്ട്സ് കൂട്ടുന്നത്. അപ്പോൾ അങ്ങനെ 3 ഇഞ്ച്, 4 ഇഞ്ച്, 6 ഇഞ്ച്, 7 ഇഞ്ച്, 8 ഇഞ്ച്, അങ്ങനെ 1 അടി, 2x2, 2 ഫീറ്റ് സ്ക്വയർ, അങ്ങനെയൊക്കെ പല സൈസിലും പാനലൈറ്റ് വരുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചാണ്. ഇനി ഡ്രൈവർ ഇതിൻ്റെ ഡ്രൈവർ അഴിച്ചിട്ട് കാണിച്ചു തരാം. ഇത് ഐസൊലേറ്റഡ് ഡ്രൈവറാണ് കേട്ടോ, SMPS ആണ്, മിനി SMPS ആണ്. ഇതുപോലൊരു സർക്യൂട്ട് അതിനകത്ത് വരുന്നത്, ഒരു മിനി മോസ്ഫെറ്റ് SMPS. 15 LED കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട് അതിനകത്ത്. LGPക്ക് 2 സൈഡ് കേട്ടോ. ഇത് പല ക്വാളിറ്റിയുടെ ഉണ്ട്. ഇത് കുറഞ്ഞ ക്വാളിറ്റിയാണ്. ഇതൊരു പ്ലാസ്റ്റിക് മോഡലാണ്. ചിലതുണ്ട് ഹീറ്റായാലും പ്രശ്നമൊന്നുമില്ലാത്തത്. പിന്നെ റിഫ്ലക്ടർ വെറും ഒരു പേപ്പറാണ്, വൈറ്റ്, പെട്ടെന്ന് ഹീറ്റ് റെസിസ്റ്റൻസ് ആയിട്ടൊരു പേപ്പറാണ്. പിന്നെ ഡിഫ്യൂസർ ഗ്ലാസ് 8 ടെമ്പ് ഫ്രണ്ടിൽ വരുന്നത്. നമ്മുടെ അക്രോലൈറ്റിക് ഷീറ്റ് പോലത്തെ വേറെ ഐറ്റം. അക്രോലൈറ്റിക് ഷീറ്റ് അല്ല ശരിക്കും, അക്രോലൈറ്റിക്കിനേക്കാളും കുറച്ചുകൂടി ലൈറ്റ് നല്ല രീതിയിൽ പാസ് ചെയ്യുന്ന ഒരു, പല രീതിയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണത്. അപ്പോൾ ഈ സൈഡ് പ്രൊജക്റ്റ് LEDനേക്കാളും കുറച്ചുകൂടി ബ്രൈറ്റ്നസ് കൂടുതൽ ബാക്ക് ലൈറ്റ് ടൈപ്പ് ആയിരിക്കും. പിന്നെ കോബ് ടൈപ്പ് വരുന്നുണ്ട്, COB ടൈപ്പ്, അതൊക്കെ നമുക്ക് പിന്നെ കാണിച്ചു തരാം. അങ്ങനെ പല ടൈപ്പ് LED ലൈറ്റുകളാണ് നമുക്ക് മാർക്കറ്റിൽ കിട്ടാനുള്ളത്. പല കമ്പനി പല ടൈപ്പിലാണ് ഉണ്ടാക്കുന്നത്, അവർക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് അവർ ഉണ്ടാക്കുന്നത്. ഇത് വാംബൈറ്റ് കളറാണ്. വാംബൈറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കളർ ടെമ്പറേച്ചർ 3000 K തൊട്ട് 3500 വരെയും വരും. ഇതിൻ്റെ LED വർക്ക് ചെയ്യണം നോക്കിക്കോട്ടോ. വാംബൈറ്റ് ഗോൾഡൻ കളർ, നമ്മുടെ ജ്വല്ലറി അതുപോലത്തെ ഇതിനൊക്കെയാണ് വാംബൈറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു കൺസീൽഡ് LED പാനലൈറ്റിൻ്റെ അകത്തുള്ള സൈഡ് പ്രൊജക്റ്റ് LED അകത്തുള്ള അതിൻ്റെ കമ്പോണൻസ് ഒക്കെ ആണത്. ഇത്ര ഉള്ള കാര്യങ്ങൾ, വളരെ സിമ്പിളാണ്. നമുക്ക് മാർക്കറ്റിൽ പല റേഞ്ചിൽ, പല ക്വാളിറ്റിയിൽ, പല വിലയിൽ LED ലൈറ്റ് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതിൻ്റെ റേറ്റിൻ്റെ വ്യത്യാസം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് ഈ LEDയുടെ ക്വാളിറ്റിയാണ്. പല കമ്പനി, അത് ഓസം, ബ്രിഡ്ജ്ലെസ്, ഡേഡിസൺ, അങ്ങനെ പല കമ്പനിയുടെ LED ഉണ്ടാക്കണം. അതിൻ്റെയൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ. പിന്നെ ഈ ബോഡിയുടെ തിക്നെസ് ഏറ്റവും ചീപ്പായിട്ടുള്ളതൊക്കെ പ്ലാസ്റ്റിക് ആയിരിക്കും. പിന്നെ അത് അലൂമിനിയം അലോയ് ആണ്. ഇതൊക്കെ ബ്രാൻഡ് ഐറ്റം, മീഡിയം ഐറ്റംസൊക്കെ അലൂമിനിയം അലോയ് ബോഡി ആയിരിക്കും. പിന്നെ ഇതിൻ്റെ തിക്നെസ് കൂട്ടിയും കുറച്ചിട്ട് ഒരു ക്വാളിറ്റിയിൽ വ്യത്യാസം വരും. അതനുസരിച്ച് ഇതിൻ്റെ റേറ്റും മാറും. പിന്നെ LGP തന്നെ വ്യത്യാസമുണ്ട്. LGP നല്ല റിഫ്ലക്ടറുള്ള ടൈപ്പുണ്ട്, കുറഞ്ഞ ടൈപ്പുണ്ട്. ചിലതൊക്കെ വെറും ചില്ല് കട്ട് ചെയ്തിട്ടുണ്ടാവും. ഏറ്റവും ഈ ഡൽഹിയിൽ നിന്നൊക്കെ വരുന്ന പാനലായിരുന്നു, അത് വെറും ചില്ല്, വെറും ഗ്ലാസ്, നമ്മുടെ കണ്ണാടി ജനലിലിരുന്ന ഗ്ലാസ്, അത് കട്ട് ചെയ്തിട്ടുണ്ട്. അതിനൊന്നും വെളിച്ചം കിട്ടില്ല, പിടിക്കുമ്പോൾ നല്ല വെയിറ്റ് തോന്നും. പക്ഷേ ഇതുപോലെ LGP കറക്റ്റ് ആയിരിക്കണം. ഇതിൻ്റെ 90 ഡിഗ്രി റിഫ്ലക്ഷൻ കിട്ടുന്ന LGP വേണം കറക്റ്റായിട്ട്. അപ്പോൾ ഇങ്ങനെ ചെറിയ സിമ്പിളായിട്ടുള്ള വീഡിയോ ആണ്. ഇനി നമുക്ക് പല ടൈപ്പുള്ള LED ഒക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അതുപോലെ LED ഡ്രൈവ്സിനെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്യാം. അപ്പോൾ ഞാനിത് പറഞ്ഞാൽ എനിക്ക് ഞാനൊരു 10-15 കൊല്ലമായിട്ട് LED ലൈറ്റ് മാനുഫാക്ചറിങ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അവിടെ ടെക്നീഷ്യനായിട്ട് R&Dയിലൊക്കെ കുറേ നാൾ വർക്ക് ചെയ്തതാണ്. അതിൻ്റെ ഒരു ഇതിലാണ് നമ്മൾ വീഡിയോയിൽ പറഞ്ഞത് കേട്ടോ. ഇവിടെ പല ടൈപ്പ് LEDകൾ ഇരിക്കുന്നുണ്ട്, LED PCBകളുണ്ട്. ഇതൊക്കെ വലിയ പാനൽ ലൈറ്റിൻ്റെയാണ്, അതുപോലെ ഫ്ലഡ് ലൈറ്റിൻ്റെയാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വരും വീഡിയോകളൊക്കെ കൂടുതൽ സംസാരിക്കാം.
അപ്പോൾ ഏതുവരെയും ബൈ ബൈ. അപ്പോൾ പുതിയതായിട്ട് വീഡിയോ കാണാനൊക്കെ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാം കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യട്ടോ ചാനൽ.